മധ്യവർഗ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന സൂചന ഈ പ്രസംഗത്തിൽ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ കൂടിയാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ LDF സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് വികസന വിരുദ്ധരാണ് ഇടതുപക്ഷം എന്നുള്ള ടോട്ടൽ ബ്രാൻഡിങ്ങിനെ പൊളിച്ചെഴുതുകയും പകരം ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മെരുങ്ങുന്ന കടുവയായിട്ട് ഇഴയുന്ന കൊമ്പനിൽ നിന്ന് മെരുങ്ങിയ ഒരു കടുവയായി മാറുകയും ചെയ്യുന്ന കേരളത്തെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വരാൻ പോകുന്ന സമയത്ത് CPM അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിനിധാനം ചെയ്യാൻ പോകുന്നത് അഥവാ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ സൂചന എന്ന വണ്ണമാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി പിണറായി വഴിയിലേക്ക് പോയി എന്നുള്ളതല്ല, കാലത്തിനനുസരിച്ചുള്ള മാറ്റം പാർട്ടിയിൽ ഉണ്ടാക്കുന്നു. ഡെങ് സിയാവോപിങ് 1960-കളുടെ അവസാനമാണ് ചൈനയിൽ മാവോ സെത്തൂങ്ങിനെ വെട്ടി തൻ്റെ പുതിയ ആശയം കൊണ്ടുവരുന്നത്. പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി എന്നുള്ള ആശയം ഡെങ് സിയാവോപിങ് കൊണ്ടുവരുന്നത് മാവോയെ തിരുത്തിയാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു തിരുത്തലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊരു തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തുടർച്ചയിൽ കേരളം നിക്ഷേപ സൗഹൃദമായി മാറുന്നു.